ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കുന്നുമ്മിലുള്ള ഒരു കഫേയാണ് സിപ്പ് സൈഡ് എന്ന് പറയുന്നത്. അവിടേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉള്ളൊരു ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓൾറെഡി ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി സിപ്പ് സൈഡിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ സിപ്പ് സൈഡിൽ പോയത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ജ്യൂസ് കുടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ പോയപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്യലും അതുപോലെ അത് വരലും നമ്മൾ കഴിക്കലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ഡിസ്കസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ സംസാരിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുട്ടായി വന്നപ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു സൺസെറ്റും ഒക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ കഫേയിൽ നിന്ന് പിന്നെ വേഗം ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ ഉള്ളവരിൽ 1-2 ആൾക്കാർ ദൂരെ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോട്ടക്കുന്നിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നടന്ന്. അവിടുന്ന് പിന്നെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്.